ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീണ്ടും കടുവയിറങ്ങി. ഗ്രാൻഡ് എസ്റ്റേറ്റ് 1-ാം ഡിവിഷൻ ഫാക്ടറിക്ക് സമീപമാണ് കടുവയെ കണ്ടത്. തേയിലക്കാട്ടിനുള്ളിൽ ചതുപ്പിൽ കിടക്കുകയായിരുന്ന കടുവയെ പിന്നീട് കാണാതായി. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. വിവരങ്ങളുമായി ആൽവിൻ, കടുവയ്ക്കായുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, ഗ്രാൻഡ് എസ്റ്റേറ്റിന് സമീപത്ത് 1-ാം ഡിവിഷന് സമീപത്തുള്ള ഫാക്ടറിക്ക് സമീപമാണ് ഈ കടുവയെ കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ കടുവ ഏറെ നേരം അവിടെ ഉണ്ടായിരുന്നത്. തോട്ടം മേഖലയോട് ചേർന്നുള്ള സ്ഥലമാണ് ഇത്. തേയിലത്തോട്ടമാണ്, അതിന് തൊട്ട് ചേർന്നുള്ള സ്ഥലം തന്നെയാണ്. പെരിയാർ കടുവാ സങ്കേതത്തിന് അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണെന്നുള്ള ശ്രദ്ധേയമാണ്. പക്ഷേ ഇത് തൊട്ടടുത്ത് തന്നെ ജനവാസ മേഖലയുണ്ട്. ജനവാസ മേഖലയ്ക്ക് അടുത്താണ് ഈ കടുവ എത്തിയത് എന്നുള്ളതാണ് അവിടുത്തെ ആളുകളുടെ ഒരു ഭീതിയായിട്ടുള്ളത്. ഇവിടെ പെട്ടെന്ന് തൊഴിലാളികൾ ഈ കടുവയെ കാണുകയും പെട്ടെന്ന് വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. വനംവകുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ പക്ഷേ കടുവ അവിടെ നിന്ന് മറഞ്ഞു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വനത്തിനുള്ളിലേക്ക് പോയി എന്നുള്ള കണക്കൂട്ടലിലാണ് ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി വലിയ തോതിൽ കടുവയുടെ ശല്യം അല്ലെങ്കിൽ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഹില്ലാഷ് മേഖല, അതോടൊപ്പം തന്നെ പരുന്തുംപാറ, അതോടൊപ്പം തന്നെ വെടിക്കുഴി തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയും കടുവയുടെ സാന്നിധ്യം പലതവണയായി കണ്ടതായി നാട്ടുകാർ അവിടെ പറയുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ പരാതി അവർ വനംവകുപ്പിന് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഈ കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ഭീതിജനകമായ ഒരു അവസ്ഥ. കഴിഞ്ഞ ആഴ്ചയാണ് വള്ളക്കടവ് ജനവാസ മേഖലയോട് ചേർന്ന് തന്നെ ഒരു കടുവയുടെ സാന്നിധ്യം കാണുകയും ചെയ്തത്. ഈ കടുവ തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് അന്വേഷിച്ചു വരുന്നത്. ആ കടുവയാണെങ്കിൽ അത് വളരെ പ്രായമായ ഒരു കടുവയാണ് എന്നുള്ളതാണ്. അതിന് ഇരപിടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ കണക്കുകൂട്ടൽ. ആൽവിൻ തോമസ്, ഇടുക്കിയിൽ നിന്ന്.